യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നത്. ആദിമ ക്രൈസ്തവർ തങ്ങൾ മുറുകെ പിടിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇപ്രകാരമുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സ്വാർത്ഥ താല്പര്യങ്ങൾക്കും താൽക്കാലിക നേട്ടങ്ങൾക്കും വേണ്ടി മൂല്യങ്ങളെ ബലികഴിക്കുന്ന ഒരു വിശ്വാസമാവാം നമ്മുടെ ജീവിതത്തിലുള്ളത്. നഥാനിയേലിനെ നോക്കി കർത്താവ് പറഞ്ഞതുപോലെ, ഇതാ കറയില്ലാത്തൊരു ഇസ്രായേൽക്കാരനെന്ന് നമ്മെക്കുറിച്ചും പറയാൻ സാധിക്കണം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷെമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ എൻ്റെ മകൻ എബിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത്. അവന് 3 വയസ്സായിട്ട് നന്നായി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങളിവിടെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്താമെന്നായിരുന്നു എൻ്റെ ഫലമായിട്ട്. അവന് ഇപ്പോൾ നന്നായി സംസാരിക്കുകയും സ്കൂൾ മിടുക്കനായി പോവുകയും ചെയ്തു. യേശുവെ നന്ദി. ഈശോയുടെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഷെമ ഇസ്രായേൽ എന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും ഹൃദയവും മനസ്സും ചിന്തകളൊക്കെ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയാൻ പോകുന്നത് സ്വീകരിക്കാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ ഒന്ന് ഒരുക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. എല്ലാ മനസ്സിൻ്റെ സംഘർഷങ്ങൾ ഇപ്പോൾ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, കരുണ്യവാനായ ദൈവമേ, ഈ മക്കളോട് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ കർത്താവെ, ഈ മക്കളോട് അങ്ങ് സംസാരിക്കുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാനുള്ള അഭിഷേകം നൽകണമേ. അതിന് തടസ്സം നൽകുന്ന എല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ വചന ശുശ്രൂഷയിലൂടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം വിശുദ്ധീകരിക്കപ്പെടട്ടെ. മനസ്സ്, ചിന്തകളൊക്കെ ആത്മാവിൻ്റെ അവസ്ഥകളിലേക്ക് ഇപ്പോൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് സ്വർഗ്ഗം നിങ്ങളെ ഓരോരുത്തരെയും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസം നമുക്ക് തന്നിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 45-46 വചനങ്ങളാണ്. ഇവിടെ യോഹന്നാൻ ശ്ലീഹയിലൂടെ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഈശോ പറയുകയാണ്, ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. അടുത്ത സെൻറ്റൻസ് 46-ാമത്തെ വചനം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാമത്തെ വചനം നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം: നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ പലപ്പോഴും ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ്,
ഈശോ പറയണം, ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ പറ്റും? ഒരു വെല്ലുവിളിക്കുന്ന ഒരു സ്വരം അതിൻ്റെ പിന്നിലില്ലേ? പക്ഷെ നമ്മളൊരു അഹങ്കാരത്തിൻ്റെ സ്വരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വരം അതിൻ്റെ പിന്നിൽ കാണുന്നില്ലേ? ഈശോ ചോദിക്കുക, ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? നമ്മൾ എന്തിനെ കുറിച്ച് അഹങ്കരിക്കുന്നത്? പക്ഷെ ഇവിടെ ഈശോ എന്തിനെ കുറിച്ച് അഹങ്കരിക്കുന്നത്? അല്ലെങ്കിൽ ഈശോ പറയുന്നത് ഒരു അധികാരത്തോടെ പറയുന്നത്, ഒരു വെല്ലുവിളി മനോഭാവത്തോടെ ഈശോ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈശോ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഒരു വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന ഒരു ആന്തരിക മനുഷ്യന്റെ ബലത്തിലും ഒരു ആത്മീയ മനുഷ്യന്റെ കരുത്തിൽ നിന്നുകൊണ്ട് ഈശോ പറയുക, ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ആർക്കെന്നിൽ കുറ്റമാരോപിക്കാൻ കഴിയും? എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരു ആത്മാവിൻ്റെ ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ ആത്മാവിൻ്റെ അഭിഷേകമാണ് സ്വർഗം എന്നിലും നിന്നിൽ നിന്ന് ആഗ്രഹിക്കാനും വെളിപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കരുത്ത് നമ്മൾ എടുക്കണം. സ്വർഗം ഈശോയെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ഈശോയാണ് പറയുന്നത്, ആർക്ക് എന്നിൽ കുറ്റം തെളിയിക്കാൻ കഴിയും, അല്ലെങ്കിൽ പാപം തെളിയിക്കാൻ കഴിയും? നമുക്ക് എത്ര പേർക്ക് ഇത് പറയാനുള്ളൊരു അധികാരമുണ്ട്? നിനക്ക് എന്തെങ്കിലും കുറ്റം എന്നിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റുന്ന എത്ര പേര് ശരിക്കും ആത്മീയ ലോകത്തുണ്ട്? പ്രിയപ്പെട്ടവർ, എല്ലാവരും നമ്മളെക്കുറിച്ച് ഒരുപോലെ നന്മ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? എങ്കിൽ പോലും നമ്മളെക്കുറിച്ച് നന്മ പറയുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ആത്മീയ സാന്നിധ്യം നമ്മളിലുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറയത്തക്ക വിധത്തിലുള്ള ഒരു കുറ്റാരോപണം നമുക്കുമേൽ ആരോപിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു നിഷ്കളങ്ക ജീവിതത്തിൻ്റെ, ആത്മീയ ബലമുള്ള ഒരു ജീവിതത്തിൻ്റെ കരുത്തുള്ളവനാണോ കരുത്തുള്ളവളാണോ ഞാനെന്ന് സ്വയം ആത്മശോധന ചെയ്യാൻ ഈ വചനം നമ്മളെ ക്ഷണിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലവർ ചോദിക്കാറുണ്ട്, ഓ അവനിത് പറയാൻ എന്താ അധികാരമുള്ളത്, അവൾക്കിത് പറയാൻ എന്താ അധികാരമുള്ളത്? എനിക്കറിയാം, 2 ചെറിയ പിള്ളേര്, അവർ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛോ എൻ്റെ പിള്ളേർ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേ എനിക്കൊരു ബോധം ഉണ്ടായി. സ്വന്തം കുഞ്ഞുങ്ങൾ 5ലോ 6ലോ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്. അവർ പരസ്പരം തല്ലുകൂടുന്ന കണ്ടപ്പോൾ അമ്മ വടിയെടുത്തോട് പോയിട്ട്, നിങ്ങൾ തല്ലുകൂടാതിരിക്കുക, നിങ്ങൾ സഹോദരങ്ങളല്ലേ, ആങ്ങളെയും പെങ്ങളെയും കൊണ്ട് ഇങ്ങനെ കിടന്ന് തല്ലുകൂടിയാലോ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ ഈ പെങ്കൊച്ച് അമ്മയുടെ അടുത്ത് ചോദിച്ചത് എന്നാണെന്നറിയാവോ? പപ്പയും പപ്പയുടെ സഹോദരൻ തമ്മിൽ കുറേ നാളായിട്ട് മിണ്ടാട്ടില്ലല്ലോ, ഞങ്ങളൊന്നും അങ്ങോട്ട് വിടുന്നില്ലല്ലോ, പപ്പയ്ക്കും സഹോദരനും കൂടി അങ്ങനെ കഴിയുക, തല്ലുകൂടി സംസാരിക്കാതെ കഴിയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തല്ലുകൂടുന്നതിനാ കുഴപ്പം. അമ്മ പറഞ്ഞു, അച്ഛൻ പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു, ഞാൻ എങ്ങനെ പറയാം? അച്ഛൻ പറ, പിന്നെ ഞാൻ എന്നാ പറയും? ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ആ കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് വന്ന ആ വാക്കുകൾ അമ്മയെ അങ്ങോട്ട് ചെറുതാക്കി കളഞ്ഞു. കാരണം എന്താ? ഇവരുടെ കുടുംബത്തിൽ ഈ ജീവിത പങ്കാളിയുടെ സഹോദരനുമായിട്ട് ഭയങ്കര ശത്രുതയാണ്. ഈ പിള്ളേർക്ക് ആ സഹോദരൻ തൊട്ടടുത്ത താമസിക്കുക, വീട്ടിൽ പോകാൻ പോലുള്ള പെർമിഷൻ ഇല്ല, പോകാൻ പാടില്ല, അങ്ങനെ വിലക്കിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരുടെ മനസ്സിനത് കൃത്യമായിട്ട് കയറുന്നുണ്ട്. ഈ കുഞ്ഞ് അമ്മയടുത്ത് ചോദിച്ചാൽ, പപ്പയ്ക്കും സഹോദരനും തമ്മിൽ അങ്ങനെ ശത്രുതയിലും മിണ്ടാതെ കഴിയാമെങ്കിൽ ഞങ്ങൾ തല്ലുകൂടിയാൽ എന്നാ കുഴപ്പം? ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഇന്ന് പല മാതാപിതാക്കൾക്കും മക്കളെ കറക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തതിൻ്റെ പിന്നിലുള്ള കാരണം ഒരു പരിധിവരെ ഈ ആത്മീയ അധികാരം, വെല്ലുവിളിക്കാൻ പറ്റുന്ന അധികാരം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ. മദ്യപിക്കുന്ന ഒരു അപ്പൻ എങ്ങനെ മക്കൾ മദ്യപാനത്തിൽ പിടിക്കപ്പെടുമ്പോൾ അപ്പൻ എങ്ങനെ പറയാൻ പറ്റും, മക്കളെ നീ കുടിക്കരുത്, മകനെ നീ കുടിക്കരുത്, മകളെ നീ വഴിക്ക് പോകരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ആത്മീയ അധികാരം അപ്പനും അമ്മയ്ക്കുണ്ടോ? നല്ല പ്രായത്തിൽ ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ തലയ്ക്ക് അത് കയറുകയല്ല. പക്ഷെ സ്വന്തം ജീവിതം മക്കള് അവരവസ്ഥയിലേക്ക് വന്ന് ഇവരുടെ സ്വപ്നങ്ങൾക്കും ഇവരുടെ ഇഷ്ടങ്ങൾക്കും ഇവരുടെ താല്പര്യങ്ങൾക്കും വിധേയപ്പെടാതെ മറുതലിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് ചിലപ്പോൾ അപ്പനും അമ്മയും ഇരുന്ന് ചിന്തിക്കുന്നത്. ഇന്നലകളിൽ സുബോധമില്ലാതെ കടന്നു വന്ന ഇന്നലകളുണ്ട്.
ഇന്നലകളിൽ 4 കാലിൽ കയറി വന്ന അവസ്ഥകളുണ്ട്. അപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് മകൻ ആ അവസ്ഥയിലേക്ക് വരും. അപ്പന് പറയാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാൻ പറ്റും? എവിടെ ആത്മീയ അധികാരം കിടക്കുന്നത്? ഇന്ന് വരെ അപ്പൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടില്ല. സന്ധ്യാപ്രാർത്ഥന തുടങ്ങുമ്പോൾ അപ്പൻ ഇറങ്ങി പുറത്തേക്ക് പോകും. കലങ്കിലേക്കോ തോളത്തിട്ട് അപ്പൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ട് മക്കൾ വലുതായി കഴിയുമ്പോൾ നീ പ്രാർത്ഥിക്കടാ, നീ പള്ളിയിൽ പോടാ, നീ കുമ്പസാരിച്ചിട്ട് കുറേ നാളായല്ലോടാ, നിനക്ക് നീ പറഞ്ഞാൽ എന്നാടാ അനുസരിക്കാത്ത, നീ പറഞ്ഞാൽ കേൾക്കാത്ത എന്താണ്? എങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും? പറ. ദൈവത്തെ സ്വീകരിക്കാത്ത, ദൈവത്തെ കൊടുക്കാത്ത ഒരപ്പൻ എങ്ങനെ ദൈവിക പ്രവർത്തികൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? ഇന്ന് വരെ ദൈവത്തെ കൊടുത്തിട്ടില്ല അപ്പൻ. അപ്പനൊരു ദൈവത്തെ കൊടുക്കുന്ന മാതൃകയോ പള്ളിയിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതോ കുമ്പസാരിക്കാൻ പോകുന്നതോ മക്കൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് മക്കള് പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോൾ അപ്പന് ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ലച്ചോ, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലച്ചോ, ദൈവം പറഞ്ഞത് ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്നിട്ട് മക്കൾ ശരിയാകുന്നില്ല. ഇത് പറയാനുള്ള ആത്മീയ അധികാരം അപ്പനില്ലെന്നുള്ളതാണ് പ്രശ്നം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മകനെയോ മകളെയോ ഒരപ്പനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വെല്ലുവിളിക്കുന്ന ഒരു അധികാരം അപ്പനുണ്ടാകണം. മകനെ നീ കാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന കണ്ടില്ലേ, നീ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന കണ്ടിട്ടില്ലേ, ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കുന്ന നീ കാണുന്നില്ലേ, ഞാൻ ദൈവത്തെ വിളിക്കുന്ന കാണുന്നില്ല, പിന്നെ എന്തുകൊണ്ട് നിനക്ക് വിളിച്ചുകൂടാ എന്ന് പറയാൻ പറ്റുന്ന ഒരാത്മീയ പക്വത, ഒരാത്മീയ അധികാരം കുടുംബത്തിലുണ്ടാകണം. അമ്മയ്ക്കോ അപ്പനെ ജോലിക്ക് പോയി മക്കളും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ ഒക്കെ അവിടെ പുറത്തു പോയിരുന്നു, അയൽവക്കത്തെ വീട്ടിൽ പോയിരുന്നു, കുശുമ്പും പരദോഷണവും കുറ്റപ്പെടുത്തലും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മ. അമ്മയ്ക്ക് എങ്ങനെ മകളെ കറക്റ്റ് ചെയ്യാൻ പറ്റും? പറ. അല്ലെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മക്കളെ വിളിച്ചു കൂട്ടേണ്ട അപ്പനും അമ്മയും ഒക്കെ ഈ സീരിയലിൻ്റെ മുമ്പിൽ ടി വിയുടെ മുമ്പിൽ മുഴുവൻ സമയം ഇരുന്നിട്ട് നല്ല സമയം മുഴുവൻ സീരിയലിന് മുമ്പിലും ടി വിയുടെ മുമ്പിൽ ചെലവഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സമയം കർത്താവിന് മാറ്റി വെച്ചിട്ട് ഒരു 10 മണിയാകും മക്കളെ വാ പഠിത്തമൊക്കെ നിർത്ത്, വാ സീരിയലൊക്കെ കഴിഞ്ഞ് വാ, നമുക്ക് സന്ധ്യാപ്രാർത്ഥനയല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന എന്നാ? നല്ല സമയം മുഴുവൻ എനിക്കും വേസ്റ്റ് ആയിട്ടുള്ള സമയം ദൈവത്തിനും പറഞ്ഞു കൊടുക്കുന്നേ. അല്ലെങ്കിൽ മാതൃക കൊണ്ട് പറഞ്ഞല്ല, ജീവിത മാതൃക കൊണ്ട് ഒരപ്പനും അമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ദൈവത്തിന് ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതിയെന്നേ, ദൈവത്തിന് ഇത്ര ദൈവീക കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ പ്രാധാന്യം കൊടുത്താൽ മതിയെന്നേ എന്നല്ലേ ഒരപ്പനും അമ്മയും ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പല കുടുംബങ്ങളിലും അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരാത്മീയ അധികാരമാണ്. ഈശോ എന്നാ പറഞ്ഞേ? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം കണ്ടുപിടിക്കാൻ കഴിയും? മക്കളെ നിങ്ങൾ നോക്ക്, എന്നെ നോക്ക്. ഒരപ്പന് എത്ര അപ്പന്മാർക്ക് പറയാൻ പറ്റും, നീ എടാ എന്നെ കണ്ടു പഠിക്കുക. അങ്ങനെ എങ്ങാൻ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അപ്പനെ കണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ മക്കളെ കിട്ടുകയില്ല. അതുപോലെ ചില അപ്പന്മാർ പോകുന്നത്. ഒരമ്മയ്ക്ക് പറയാൻ പറ്റും, എടി നീ എന്നെ കണ്ടു പഠിക്കുക. എനിക്കറിയാം സ്വന്തം മാതാപിതാക്കള് പറഞ്ഞിട്ടും എത്ര പറഞ്ഞിട്ടും അവർ സ്വന്തം നിർബന്ധത്തിന് വഴങ്ങി ഈ ചെറുക്കനും പെണ്ണും ഇവർ രണ്ടുപേരും കൂടിയും മാതാപിതാക്കളുടെ താല്പര്യമില്ലാതെയും അവരെ മറുതലിച്ചും ദേഷ്യപ്പെട്ടൊക്കെ കല്യാണം കഴിച്ചു. രണ്ടുപേരും സ്നേഹിച്ചതാ വർഷങ്ങൾ. എനിക്ക് അവനെ തന്നെ കെട്ടാൻ പറ്റുള്ളൂ, അവളെ തന്നെ കെട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടും എന്നൊക്കെ പറഞ്ഞപ്പോൾ കെട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ എന്നാ പ്രശ്നം എന്നറിയാവോ? മകളെ കൊണ്ട് വന്നേക്കുന്നത് എന്നാന്നറിയാവോ? മകൾ ഒരുത്തൻ്റെ കൂടെ 2 ദിവസമായിട്ട് ഇറങ്ങിപ്പോയേക്കുക, അതൊരു പിടിച്ചുകൊണ്ട് വന്നേക്കുക. എന്നിട്ട് എന്നാ അച്ഛൻ പറയണം ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയല്ലെന്ന്. ഞാനിവരാദ്യം മാതാപിതാക്കളെ കൗൺസിലിംഗ് ഇട്ട് ഇവളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലർ പറഞ്ഞു അച്ഛനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാനങ്ങോട്ട് ചെന്നാൽ പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാ അച്ഛനൊന്ന് ചോദിച്ചേ ഇവരെങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്ന്, ഇവരിന്നലകളിൽ എങ്ങനെയാണ് പോയെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. അവസ്ഥയിലേക്ക് മകള് പോകുന്നു. അതിനകത്ത് ഇപ്പം എന്നാ വ്യത്യാസമുള്ളേ? അല്ല ഇവർക്കിത് പറയാനുള്ള അധികാരം എവിടെയാ? നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ പോലും ആ ഒരു വൈവാഹിക ജീവിതത്തിൽ പ്രവർത്തിച്ച സ്പിരിറ്റ് എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവല്ല, അതിലൂടെ ഈ കുഞ്ഞുണ്ടാകുന്നത് ഇതിലും പ്രവർത്തിക്കുന്നത് അതേ ആത്മാവാ.
ഒരു സുപ്രഭാതത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം സ്വർഗത്തിൽ നിന്ന് പൊട്ടി താഴേക്കൊന്നും വീഴൊന്നുമില്ല. വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു അധികാരവും ഒരു അഭിഷേകമാണ് ഒരപ്പനും അമ്മയെ സ്വീകരിക്കേണ്ടത്. ഒരു സന്യസ്ത ജീവിതം നയിക്കുന്ന ഒരു വൈദികനായിക്കൊള്ളട്ടെ, ഒരു സിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരു ഏകസ്ഥനായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, സ്വർഗം തെരഞ്ഞെടുത്ത ജീവിത വിളിയുടെ സാഹചര്യങ്ങളിലും സാധ്യതകളിൽ നിൽക്കുമ്പോൾ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ കരുത്ത്, വിശുദ്ധിയുടെ കരുത്ത്, ഒരു അഭിഷേകത്തിന്റെ കരുത്ത് നമ്മൾ സ്വന്തമാക്കണമെന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നേ. നമ്മൾ കണ്ടിടത്തൊക്കെ, വീഴാൻ സാധ്യതയുള്ളിടത്തൊക്കെ, കുറ്റം പറയാൻ പറ്റുന്നിടത്തൊക്കെ, മറ്റുള്ളവനെ കളിയാക്കാൻ പറ്റുന്നിടത്തൊക്കെ, ഒരാളെ അടിച്ച് താഴ്ത്താൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ ചെയ്യും. അപ്പം എങ്ങനെ നമ്മളിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആത്മീയ ബലമുള്ളവളാണ് ഞാനെന്ന് പറയാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എൻ്റെ 50-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ തലക്കെട്ട ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ നിഴലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്, 8ഉം 9ഉം വചനത്തിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്: എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്, ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? 9ാമത്തെ വചനത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു, ആരെന്നെ കുറ്റം വിധിക്കും? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നേ, അതുകൊണ്ട് ആർക്ക് എന്നോട് മത്സരിക്കാൻ പറ്റും? ആർക്ക് എന്നിൽ കുറ്റം വിധിക്കാൻ പറ്റും? ആ ഈശോയെ ചോദിക്കുന്നത്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം കണ്ടെത്താൻ പറ്റും? ഞാൻ പലപ്പോഴും ചോദിച്ചു, കർത്താവേ, ഇതുപോലെയുള്ളൊരു അഭിഷേകം വേറൊന്നും വേണ്ട, വേറൊരു അഭിഷേകവും വേണ്ട, ഒരു ഭാഷാപരവും വേണ്ട, ഒരു പ്രവചനപരവും വേണ്ട, ഒരു ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരവും വേണ്ട, ഒരു സന്ദേശം എടുക്കാനുള്ള വചനവും ഒന്നും വേണ്ട. പക്ഷേ ജനത്തിൻ്റെ നടുവിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, ഹൃദയം പരിശോധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരധികാരം. സ്വർഗമെന്നിലേക്ക് നോക്കിയിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ഒരാത്മീയ കരുത്ത്, അഭിഷേകം, അത് പ്രാപിക്കണം. ഇതാണ് ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം സ്വർഗം യേശുക്രിസ്തുവിൽ നിന്ന് ആഗ്രഹിച്ചുവോ, എന്തെല്ലാം സ്വർഗം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയോ, അതെല്ലാം സ്വർഗം എന്നിലും നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പഠിക്കാൻ പോകുന്ന ഒരു പെങ്കൊച്ച് ആ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ കടന്നു പോകുമ്പോൾ അവൾക്ക് പറയാൻ പറ്റണം, ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ കൂടി ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. വേറെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളിൽ കുറ്റം വിധിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ നോട്ടമോ, നമ്മുടെ ചിന്തകളോ, നമ്മുടെ പെരുമാറ്റങ്ങളോ, നമ്മുടെ ബന്ധങ്ങളിലോ പോലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ വിശുദ്ധിയുടെ ബാഹ്യമായ കുപ്പായം മാത്രമല്ല, ആന്തരികമായ നൈർമല്യതയും കൂടി സ്വർഗം നമ്മളിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനൊരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഈശോ നമ്മളിൽ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും. യോഹന്നാന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. 3-ാം അധ്യായം 1 യോഹന്നാൻ 3 അതിൻ്റെ 21-ാമത്തെ വചനം: പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ആത്മധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയം നമ്മളെ കുറ്റപ്പെടുത്താത്തൊരു ആത്മധൈര്യം. ലോകത്തിന് നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റാത്ത വിധത്തിൽ, ലോകം കുറ്റം വിധിക്കുന്നതിനപ്പുറമായി ദൈവം നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ആത്മാവിൽ ഒരു വെല്ലുവിളി എടുക്കുന്ന തരത്തിലുള്ള ഒരു അഭിഷേകം, ഒരു അധികാരം. അതിനും പറഞ്ഞില്ല, അവൻ അധികാരമുള്ളവനെ പോലെ പ്രസംഗിക്കുന്നു. കണ്ടോ? ഈ ഒരു അധികാരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് ഏതൊക്കെ ജീവിതത്തിൻ്റെ മേഖലകളിലാണോ നമുക്കൊരു ആത്മീയ അധികാരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു പോയത്, ആ ഒരു അധികാരം പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിനോട് വിളിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന മേഖലകളിൽ എനിക്ക് ആത്മീയ അധികാരം പോയി. എൻ്റെ ശരീരത്തിൻ്റെ മേഖല എനിക്ക് ആത്മീയ അധികാരമില്ല, എൻ്റെ മനസ്സിൽ എനിക്ക് ആത്മീയ അധികാരമില്ല, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ അധികാരമില്ല, എൻ്റെ ബന്ധങ്ങളിലുള്ള ആത്മീയ അധികാരം നഷ്ടപ്പെട്ടു പോയി. അധികാരമൊക്കെ തിരിച്ചു തരണമേ എന്ന് ഈ ആത്മാവിൻ്റെ അധികാരം പ്രാപിച്ച
ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണു തുറന്ന് നമുക്ക് ഈശോയെ നോക്കാം. ഈശോ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഈശോയുണ്ട്. വചനത്തിൽ നമ്മൾ കേൾക്കുന്നില്ലേ, കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ ഒരു ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാവുള്ളേ? ഇതുപോലൊരു ദൈവത്തെ വേറെ എവിടെ കാണാനാ? അതുപോലെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന, നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന, നമ്മുടെ തലമുടി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ദൈവം വേറെ എവിടെയാവുള്ളേ? അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കരങ്ങൾ രണ്ട് തുറന്ന് യാചനാപൂർവം പിടിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇത് കർത്താവിൻ്റെ കണ്ണുകളാണ് ദിവ്യകാരുണ്യം. ഈശോ നമ്മളെ നോക്കുകയാണ് ഇതിലൂടെ. ഈശോ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഈശോയെപ്പോലെ ജീവിതത്തിൽ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരഭിഷേകം അത് നമുക്കുണ്ടോ? ഞാൻ സ്നേഹിക്കേണ്ട മേഖലകളിൽ, അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികളിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒരു വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകത്തിൻ്റെ ഉടമയാണോ ഞാൻ? അതാണ് ഈശോ നമ്മുടെ അടുത്ത് നോക്കി ചോദിക്കുന്നത്. ഒരാൾ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, ഈശോ ചോദിക്കുക, ആർക്ക് എന്നിൽ കുറ്റമാരോപിക്കാൻ കഴിയും? ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാനൊരു അപ്പനാണെങ്കിൽ, ഞാനൊരു അമ്മയാണെങ്കിൽ, ഞാനൊരു യുവാവാണെങ്കിൽ, യുവതിയാണെങ്കിൽ, ഒരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ, ഞാൻ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ വെളിയിൽ അത്രമാത്രം വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു അഭിഷേകമുണ്ട്. ഒരു അപ്പനെന്ന നിലയിലുള്ള ഒരു ആത്മീയ അധികാരം എനിക്കുണ്ടോ? മക്കളെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരം, മക്കൾക്ക് കൊടുക്കുന്ന മാതൃകയുടെ അധികാരം, വിശുദ്ധ ജീവിതത്തിൻ്റെ അധികാരം, എൻ്റെ അച്ഛൻ എൻ്റെ മക്കൾ അങ്ങനെ പോകില്ല, ഞാനങ്ങനെ പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നൊരു അധികാരം, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല കാരണം ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള അധികാരം, മക്കൾ ചെയ്യുമല്ലേ എന്നുള്ള ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നൊരു അധികാരം വേണം. എന്നെ കാണുന്നവർക്ക്, മറ്റുള്ളവർക്ക് പറയാൻ പറ്റണം, ഇവനിൽ ഒരു തെറ്റുപോലും ഇല്ലല്ലോ, ഒരു കുറ്റമില്ലല്ലോ, അവനൊരു പാപം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റുന്ന ഒരു ആത്മീയ അധികാരം നമ്മളിലുണ്ടാകണം. ഇതാ മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അവർ നല്ല പ്രാർത്ഥനയുള്ളവരാ, അവർ നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നവരാ. ദൈവം നമ്മളിലേക്ക് നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകം ഉണ്ടോ എന്നുള്ളത്. അതാണ് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മളിലേക്ക് തന്നെ തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്യാം. ഈശോ നമ്മളെ നോക്കുന്ന സമയമാണ്. ഏതൊക്കെ മേഖലകളിലാണ് എനിക്ക് ആത്മാവിൻ്റെ ബലം ചോർന്നു പോയിട്ടുള്ളത്? എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ സ്നേഹത്തിൽ ഒക്കെ എവിടെയൊക്കെ ഈ അഭിഷേകം ചോർന്നു പോവുക, അല്ലെങ്കിൽ ഈ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു കരുത്ത് നഷ്ടപ്പെടുക, ആ മേഖലയിലൊരു വിടുതൽ പ്രാപിക്കും, ഒരു വിശുദ്ധീകരണം പ്രാപിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. വിശുദ്ധിയുടെ മേഖലകളിൽ എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സ്നേഹത്തിൻ്റെ മേഖലകളിൽ വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബന്ധങ്ങളിൽ എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു അഭിഷേകമില്ല. ഈശോയെ, ആ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനിന്ന് ദുശീലങ്ങൾക്കും പാപത്തിനും അടിമയാണ് കർത്താവേ. ചില അശുദ്ധ ബന്ധങ്ങളുടെ അടിമയാണ്, ദൈവം അനുവദിക്കാത്ത കൂട്ടുകെട്ടിൻ്റെ അടിമയാണ്, ദൈവം അനുവദിക്കാത്ത ജീവിതത്തിൻ്റെ വഴികളിലൂടെ കർത്താവ് ഞാൻ കടന്നു പോകുന്നത്. ഈ മേഖലകളിലൊക്കെ എനിക്ക് വിടുതൽ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്, അമിതമായ ദേഷ്യമുണ്ട്, പിടിവാശിയുണ്ട്, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എന്നെ നിൽക്കുന്നുണ്ട്. ഈശോയെ, ഇതൊക്കെ ഒന്ന് ഏറ്റെടുത്ത് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ അഭിഷേകമുള്ള മകനായി, മകളാക്കി പരിശുദ്ധാത്മാവേ എന്നെ
രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഓരോ മക്കളിലേക്കും ഇപ്പോൾ തന്നെ അവിടുത്തെ കൃപ ചൊരിയണമേ, അവിടുത്തെ അഭിഷേകം ചൊരിയണമേ. കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സകല അശുദ്ധിയും കത്തിച്ചാമ്പലാകട്ടെ. സകല പാപ കൂട്ടുകെട്ടുകളും ആത്മാവിൽ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ടൊരു, ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ആശീർവദിക്കുക, കുടുംബത്തെ മുഴുവൻ ആശീർവദിക്കുന്ന സമയമാണ്. നിൻ്റെ രോഗങ്ങളും നിൻ്റെ വേദനകളും നിൻ്റെ പരാതികളും നിൻ്റെ വിഷമങ്ങളും നിൻ്റെ ദുഃഖങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ